ഇടുക്കി തൊമ്മൻകുത്തിൽ വിശ്വാസികൾ സ്ഥാപിച്ച കുരിശ് വനം വകുപ്പ് പൊളിച്ചു നീക്കി. തൊമ്മൻകുത്ത് സെയിന്റ് ജോസഫ് പള്ളി സ്ഥാപിച്ച കുരിശാണ് പൊളിച്ചു നീക്കിയത്. ഇന്നലെയാണ് കുരിശ് സ്ഥാപിച്ചത്. വനഭൂമിയിലാണ് കുരിശ് സ്ഥാപിച്ചതെന്ന് വനം വകുപ്പ് ചൂണ്ടിക്കാട്ടി. എന്നാൽ കൈവശ ഭൂമിയാണിതെന്ന് വിശ്വാസികളും ചൂണ്ടിക്കാട്ടി. സുബിൻ തോമസ് ചേരുന്നു. സുബിൻ, വിശദാംശങ്ങൾ. ഇന്നലെയാണ് ഇത്തരത്തിൽ ഈ തൊമ്മൻകുത്ത് വനഭൂമിയോട് ചേർന്നുള്ള പ്രദേശങ്ങളിൽ ഒരു കുരിശ് സ്ഥാപിക്കുന്നത്. തൊമ്മൻകുത്ത് സെന്റ് തോമസ് പള്ളിയാണ് ഇത്തരത്തിൽ കുരിശ് സ്ഥാപിച്ചത്. ഇന്നലെയാണ് ഈ കുരിശിന്റെ ഒരു പൂർത്തകർമ്മങ്ങളെല്ലാം തന്നെ നടത്തിയിരുന്നത്. പ്രധാനമായും ഇന്നലെ 40-ാം പള്ളി കുരിശുമല കയറ്റത്തോടു കൂടിയാണ് ആ ഒരു കുരിശ് അവിടെ സ്ഥാപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പ്രധാനമായും ഈ ഗോളോബിക്സ് കട്ടകൾ ഉപയോഗിച്ച് കെട്ടിയെടുത്ത ശേഷം ഒരു വലിയ ഇരുമ്പ് കുരിശ് അവിടെ സ്ഥാപിച്ചിരിക്കുകയായിരുന്നു. എന്നാൽ ഇന്ന് ഉച്ചയോടുകൂടിയാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി ഈ ഒരു കുരിശ് പൊളിച്ചു മാറ്റുന്ന സാഹചര്യമുണ്ടായി. പറയുന്ന വാദം അത് വനഭൂമിയിലാണ് ആ കുരിശ് സ്ഥാപിച്ചത് എന്നുള്ളതാണ്. ഇതിനു മുമ്പ് ആ പ്രദേശത്ത് കുരിശുകളൊന്നും തന്നെ സ്ഥാപിച്ചിരുന്നില്ല, അല്ലെങ്കിൽ കുരിശുകളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഈ കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ കുരിശ് സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളെ ആരംഭിച്ചത്. ഇന്നലെ കുരിശ് സ്ഥാപിക്കുകയും ചെയ്തു. ഇത് വനാതിർത്തിയോട് ചേർന്നുള്ള അല്ലെങ്കിൽ വനഭൂമിയാണ് എന്നുള്ളതാണ് വനംവകുപ്പ് കൃത്യമായി പറയുന്നത്. മുമ്പ് ജോയിന്റ് വെരിഫിക്കേഷൻ നടത്തി അത് വനഭൂമി അല്ലെങ്കിൽ വനഭൂമിയോട് ചേർന്നുള്ള മെച്ചഭൂമി എന്ന് കണ്ടുകൊണ്ട് തന്നെ ഇട്ടിരുന്ന ഒരു സ്ഥലമാണ്. അവിടെ മറ്റ് പ്രവർത്തനങ്ങളൊന്നും തന്നെ നടത്താൻ പാടില്ല എന്നുള്ളത് മുമ്പ് തന്നെ നിർദ്ദേശിച്ചിരുന്നതാണ് എന്നുള്ളതാണ് വനംവകുപ്പ് പറയുന്നത്. എന്നാൽ പള്ളിയുടെ ആളുകൾ പറയുന്നത്, അല്ലെങ്കിൽ ദേവാലയത്തിൽ നിന്നുള്ള ആളുകൾ പറയുന്നത്, ഇത് ഒരു വ്യക്തി നൽകിയ സ്ഥലമാണ്. ആ വ്യക്തിയിൽ നിന്ന് വ്യക്തമായ കരാറുണ്ട്. ആ കരാർ പ്രകാരം ആ വ്യക്തിയിൽ നിന്ന് വാങ്ങിയ സ്ഥലമാണ്. ആ സ്ഥലത്താണ് കുരിശ് സ്ഥാപിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ദേവാലയ അധികൃതർ നൽകുന്ന വിശദീകരണം. എന്തായാലും നിലവിൽ ഇപ്പോൾ ഈ കുരിശ് മാറ്റിയതുമായി ബന്ധപ്പെട്ട് വിശ്വാസികളുടെ ഭാഗത്തുനിന്ന് ഒരു പ്രതിഷേധം ഉയരുന്ന ഒരു സാഹചര്യവുമുണ്ട്. എന്നാൽ വനംവകുപ്പ് കൃത്യമായി തന്നെ പറയുന്നത് കയ്യേറ്റക്കാർക്കെതിരെ കർശന നടപടി എടുക്കുമെന്നതാണ്. കാളിയാർ റേഞ്ചിന് കീഴിൽ വരുന്ന പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ഈ സെന്റ് തോമസ് പള്ളി വികാരി അതുപോലെ തന്നെ കൈക്കാരന്മാർ ഉൾപ്പെടെയുള്ളവർക്കെതിരെ കേസെടുക്കുമെന്നാണ് നിലവിൽ ഇപ്പോൾ കാളിയാർ റേഞ്ച് ഓഫീസർ അറിയിച്ചിട്ടുള്ളത്. സുബിൻ, കുരിശ് പൊളിച്ചു നീക്കുമ്പോൾ വിശ്വാസികളുടെ എതിർപ്പുണ്ടായിരുന്നോ? വിശ്വാസികൾ സ്ഥലത്തുണ്ടായിരുന്നോ? കുരിശ് പൊളിച്ചു നീക്കുന്ന സമയത്ത് വിശ്വാസികൾ ഉണ്ടായിരുന്നില്ല. ഏതാനും ഇത് അമർത്തിയ 1-2 ആളുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഈ സമയത്ത് അവർ പ്രതിഷേധിച്ചുവെങ്കിൽ പോലും ആളുകൾ കുറവായതിനാൽ ഒരു പ്രതിഷേധം അത് വലിയ രീതിയിലേക്ക് അല്ലെങ്കിൽ ശക്തമായ ഒരു പ്രതിഷേധം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. അതിനുശേഷം കൂടുതലായി പോലീസിന്റെ സംരക്ഷണയിൽ ആ ഒരു പൊളിക്കൽ നടപടികളെല്ലാം തന്നെ നടന്നത്. കൃത്യമായി മുൻകരുതലോട് തന്നെയാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എത്തിയ ആ ഒരു പൊളിക്കൽ നടപടികൾ നടത്തിയത്. JCB ഉപയോഗിച്ചാണ് ഇത് പൊളിച്ചത്. കൃത്യമായി പോലീസിന്റെ സുരക്ഷ വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. പോലീസിന്റെ സംരക്ഷണത്തിലാണ് ആ പൊളിക്കൽ നടപടി എല്ലാം തന്നെ നടന്നത്. പ്രതിഷേധവുമായി ഏതാനും വിശ്വാസികൾ എത്തിയെങ്കിൽ പോലും അവർ പോലീസ് പിടിച്ചെടുക്കുന്ന സാഹചര്യം ഉണ്ടായി. അവിടെ നിന്ന് പിടിച്ചു മാറ്റി വിടുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുന്നു. എന്തായാലും ഒരു കൃത്യമായ രേഖകൾ വനംവകുപ്പിന്റെ കയ്യിലുണ്ട് എന്ന് വനംവകുപ്പും തങ്ങളുടെ പക്കൽ കരാർ പ്രകാരമാണ് തങ്ങൾ ഈ സ്ഥലം വാങ്ങിയത് എന്നുള്ള അതിന്റെ രേഖകൾ തങ്ങളുടെ പക്കലുണ്ടെന്ന് ഈ ദേവാലയ അധികൃതരും വ്യക്തമാക്കുന്നുണ്ട്. ഇടുക്കി തൊമ്മൻകുത്ത് വിശ്വാസികൾ സ്ഥാപിച്ച കുരിശ് വനംവകുപ്പ് പൊളിച്ചു നീക്കി. തൊമ്മൻകുത്ത് സെയിന്റ് ജോസഫ് പള്ളി സ്ഥാപിച്ച കുരിശാണ് പൊളിച്ചു നീക്കിയത്. ഇന്നലെയാണ് കുരിശ് സ്ഥാപിച്ചത്. വനഭൂമിയിലാണ് കുരിശ് സ്ഥാപിച്ചതെന്ന് വനംവകുപ്പ് ചൂണ്ടിക്കാട്ടി. എന്നാൽ കൈവശ ഭൂമിയാണിതെന്നാണ് വിശ്വാസികളുടെ അഭിപ്രായം. സുബിൻ തോമസ് ആണ് വിശദവിവരങ്ങൾ നൽകിയത്.